ഇന്നേ മീൻകറിയാണേ. ഇത് ഏത് സ്റ്റൈലാന്നൊക്കെ ചോദിച്ചാൽ കോട്ടയം അല്ല, കോഴിക്കോടും അല്ല, തൃശ്ശൂരും അല്ല, കൊച്ചും അല്ലാത്തൊരു സ്റ്റൈലാണേ. വെളിച്ചെണ്ണ ഒഴിച്ചു, ശർക്കര ഉലുവ പൊട്ടിച്ചു, ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ചെറിയൊരു കഷ്ണം 4 പച്ചമുളക് എല്ലാം കൂടി ചതച്ചതിലേക്കിട്ടു. അത് വാടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ടു. ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം മുളക് പൊടി നല്ലോണം ഇടണുണ്ട്. കശ്മീരി മുളക് പൊടിയായ കാരണം 3-4 ടീസ്പൂൺ ഇട്ടു. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ശകലം 1 ടീസ്പൂൺ, ഒരു കഷ്ടി 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി കുറവായിട്ടാണ്, ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നന്നായി ഇളക്കി മസാല മൂത്ത് കഴിഞ്ഞാൽ മാങ്ങ, പച്ച മാങ്ങ, ശർക്കര ഒന്ന് മഞ്ഞ കളർ കയറിയ മാങ്ങയാണ്, പക്ഷെ നല്ല പുളി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മാങ്ങയായിരുന്നു അത്. എന്നിട്ട് ചൂടുവെള്ളം എടുത്ത് ഒഴിക്കണു. ചൂടുവെള്ളം ഒഴിച്ചിട്ട് വേണ്ട എത്രത്തോളം വെള്ളം വേണോ അത്രത്തോളം ചൂടുവെള്ളം ഒഴിക്കുക നമ്മൾ. അത് തിളച്ച് മാങ്ങ വെന്ത് വരുമ്പോൾ നാളികേര പാലോ അതല്ലെങ്കിൽ ഒരു ശകലം നാളികേരം നല്ല മഷി പോലെ അരയ്ക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ അരച്ച് ഒഴിക്കുക. നാളികേര പാലാണെങ്കിലും ടേസ്റ്റാണ് കേട്ടോ. നല്ല കല്ലുപ്പ് ഇടണു ഞാൻ. അടച്ച് വെച്ച് മാങ്ങയൊക്കെ ഒരുവിധം വേവിച്ചെടുത്ത് ഒന്ന് ഇതായി വരുമ്പോൾ നമ്മൾ തള വന്നു കഴിഞ്ഞാൽ മീൻ ഏതാ ഞാൻ ഉപയോഗിക്കണേ വെച്ചാൽ ചൂര, വെള്ള ചൂര എന്നാണ് പറഞ്ഞേ, ചുമന്ന ചൂരയല്ല ഇത്. ചുമന്ന ചൂരയ്ക്ക് എനിക്കെന്തോ അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ. ഓരോരുത്തരുടെ വായന കുഴപ്പമാവും. എനിക്ക് ഈ ചൂര ഇഷ്ടപ്പെട്ടെ. ഈ ചൂര ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, പക്ഷെ നല്ല ടേസ്റ്റ് തോന്നി എനിക്ക്. നല്ല ഫ്രഷ് മീനായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. മാങ്ങയിട്ട് വെച്ചപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ, ഇനി ട്രൈ ചെയ്യണവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും വേണേ. ഒന്ന് തിള വന്ന് നന്നായിട്ട് മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. മീനൊന്നും ഉടയില്ല, അത് കാരണം കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ചില മീനുണ്ടല്ലോ ഒന്ന് വേവുമ്പോഴേക്കും അങ്ങോട്ട് പൊടിഞ്ഞു പോണത്, അതല്ല കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ട് വെന്താലും ഒട്ടും ഉടയില്ല. കുറച്ച് കറിവേപ്പില മേലേക്ക് ഇട്ട് ശകലം വെളിച്ചെണ്ണ അധികം ഒഴിക്കേണ്ട, ശകലം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി മുളക് പൊടിയും കൂടി മൂപ്പിച്ച് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു. മീൻകറി റെഡി കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.